ദോഷം ഇപ്പം എന്തിൻ്റെയും നല്ലതല്ലല്ലോ, ദോഷമല്ലേ, അത് ശനിയുടെയും നല്ലതല്ലല്ലോ. അപ്പൊ നല്ല ശനിയുമുണ്ട്. മോളുടെ മുഖത്ത് കാണുന്നത് നല്ല ശനിയാണ്. അപ്പം മോളുടെ ഇപ്പോഴത്തെ സമയം നല്ല സമയത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ. നക്ഷത്രം ഏതാ? തിരുവാതിര. അപ്പോൾ എത്ര വർഷം രാഹുദേശം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. രാഹുദേശമാണ് തിരുവാതിരക്കാരൻ ജനിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. സുരേഷ് ബാബു, ബോധമുദ്ര. സർ, ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. പൊതുവെ ഈ ചൊവ്വ, ശനി, ചൊവ്വാദോഷം, ശനിദോഷം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും പേടിയാണ്. ശനിയെ അങ്ങനെ പേടിക്കേണ്ടതുണ്ടോ? എൻ്റെ അഭിപ്രായം പറയാമല്ലോ അല്ലേ? ഓ, പറയാം. അത് അസ്ട്രോളജി വേറെ, എനിക്ക് ശനി വേറെ. അസ്ട്രോണമിക്കലി ഒരു ശനിയുണ്ട്, അസ്ട്രോളജിക്കലി ഒരു ശനിയുണ്ട്. ഈ അസ്ട്രോണമിക്കലി അതായത് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ളൊരു ശനി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് ഈ ജ്യോതിശാസ്ത്രം, എന്താണ് ജ്യോതിഷം, ഈ ഡിഫറൻസ് ഒന്ന് ആദ്യം പറയാം. തീർച്ചയായിട്ടും. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്, തെളിയിക്കപ്പെട്ട സംഗതിയാണ് ജ്യോതിശാസ്ത്രം. ജ്യോതിഷം എന്നത് കുറച്ച് സങ്കല്പം കൂടി കൂട്ടിവെച്ചിട്ടുള്ള സംഗതികളാണ്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലേക്ക് വരുന്ന ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അടുത്തുനിന്ന് വരുന്ന രശ്മികളുടെ സ്വാധീന സമയ കണക്ക് ആരോ കുറിച്ച് വെച്ചിട്ടുള്ള സംഗതിയാണ് ജ്യോതിഷം. ജ്യോതിശാസ്ത്രം അതല്ല. ഉപകരണങ്ങളൊക്കെ കൊണ്ട് അന്വേഷിച്ച് ജിയോഗ്രഫി എന്ന് പറയുന്നത്, ജിയോഗ്രഫി അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണത്. ഇവിടെ ശാസ്ത്രത്തിനേക്കാൾ കൂടുതൽ സങ്കല്പങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ജ്യോതിശാസ്ത്രത്തിൽ ഭൂമി സൂര്യനെ ചുറ്റാണ്. ജ്യോതിഷത്തിൽ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതായത് 2 മണിക്കൂർ കൂടുമ്പോൾ ഓരോ സൈഡിലേക്ക് ഭൂമി തിരിയുന്നതിന് പകരം സൂര്യനാണ് മാറുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പുതിയ അറിവാണ്. അത് ഞാൻ മനസ്സിലാക്കിയ സംഗതിയാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വ്യത്യാസവും. അതായത് നമ്മൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കണോ വേണ്ടേ, അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ, ജിയോഗ്രഫി പഠിക്കുമ്പോൾ, ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഭൂമി ഒരു തവണ തിരിയുമ്പോൾ ഒരു ദിവസം ഉണ്ടാകുന്നു, സ്വയം തിരിയുമ്പോൾ. അത് 365 ദിവസം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് തിരിയുന്നത് സൂര്യനെ ചുറ്റാനാണ് തിരിയുന്നത്. ഇത് ജ്യോതിശാസ്ത്രത്തിലെ സൂര്യനാണ്, ജ്യോതിശാസ്ത്രത്തിലെ ഭൂമിയാണ്. ജ്യോതിഷത്തിൽ ഇങ്ങനെ ഭൂമിക്ക് തിരിച്ചിലേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യം എപ്പോഴും അവിടെ കാണും. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗം, ചൊവ്വ, ശനി, ശനിയെ ഭയക്കുന്നു. എന്നെ സംബന്ധിച്ച് ശനി ഭയക്കാനുള്ളതല്ല, ബഹുമാനിക്കാനുള്ളതാണ്. വലിപ്പം കൊണ്ടും അതിൻ്റെ നിറം കൊണ്ടും. കാരണം സത്യത്തിൻ്റെ നിറമാണ് ശനിയുടെ നിറമെന്ന് സുരേഷ് ബാബു പറയും. കാരണം സത്യത്തിന് കറുത്ത നിറമാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വെളുത്ത നിറം പുറത്തുനിന്ന് വരുന്ന വെളിച്ചം വരുമ്പോൾ ഈ കറുപ്പ് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ വെളിച്ചം പോയി കഴിഞ്ഞാൽ വീണ്ടും കറുപ്പന്നെയാവും. തമസ്, ഈ തമസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഗ്രഹമാണ്. ഭൂമിശാസ്ത്രപരമായാലും ജ്യോതിശാസ്ത്രപരമായാലും ജ്യോതിഷ സംബന്ധമായാലും തമസ് അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രഹമാണ്. ഈ ജ്യോതിഷത്തിലൊരു 19 വർഷമാണ് ഈ ശനിക്ക് കാലാവധി പറയുന്നത്. അതായത് കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, പിന്നെ ബുധനാണ് പറഞ്ഞത്. ഈ ശനിക്ക് 19 വർഷമാണ് ഒരു തവണ തിരിഞ്ഞെത്താനുള്ള പീരീഡ് പറയുന്നത്. ഇതിൽ പലതരത്തിലുള്ള ശനികളുണ്ടെന്നൊക്കെ വിശദീകരിച്ചതിൻ്റെ ജ്യോതിഷം നല്ലോണം അറിയണ ആൾക്കാരോട് അത് ചോദിച്ച് വിശദീകരിച്ചു. അങ്ങനെ 2.5 വർഷം കൂടുമ്പോൾ വരുന്ന ശനി, ഇതൊക്കെ ഈ ഗ്രഹങ്ങൾ നമ്മളുടെ തലച്ചോറുമായിട്ട് സ്വാധീനം ചെലുത്തുന്ന സമയത്തിൻ്റെ കണക്കിനാണ് ശനി എന്ന് പറഞ്ഞ് കണക്ക് മാഷ പറഞ്ഞ് പേടിപ്പിക്കണ പോലെ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് ഒരു സാധനം കൊണ്ടുവച്ചേക്കുന്നതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശനിയോട് എനിക്ക് ബഹുമാനമാണ്. കാരണം എന്താ വെച്ചാൽ സത്യത്തിന് വിരുദ്ധമായിട്ട് ശനി പോകില്ല എന്ന് തോന്നുന്നു. പിന്നെ പുരാണ സംബന്ധമായിട്ട് പരമശിവൻ്റെ മകനായിട്ടൊക്കെ പറയണം ശനി. ഞാൻ കേട്ടിട്ടുള്ള പുരാണം, അതേത് പുരാണം എന്ന് ചോദിച്ചാൽ അറിയില്ല, കേട്ടറിവേ ഉള്ളൂ. കാരണം ഒരു നിരക്ഷര കുക്ഷിയാണ് ഞാൻ, അല്ലാണ്ട് വായിച്ചുള്ള അറിവോ ഒന്നുമില്ല, അകത്തുനിന്ന് വരുന്ന സംഗതികളാണ്. അപ്പോൾ ശനി ആരുടെ ജാതകത്തിലാണ് അല്ലെങ്കിൽ ആരുടെ ശരീരത്തിലാണ് സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അവർക്ക് ഒരുപാട് ഡിവൈൻ പവർ ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ശബരിമല അവിടെ ശനിയാഴ്ചയാണ് ശാസ്താക്ഷേത്രങ്ങളിൽ ആൾക്കാർ തൊഴാൻ പോണത്.
ശിവക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ചയാണ് ഇപ്പോൾ. ശനിയാഴ്ചക്ക് പ്രത്യേകതയില്ലേ ശിവക്ഷേത്രം? സോമവാരത്തിൽ, അതായത് ശിവക്ഷേത്രത്തിൽ സാധാരണ ഇതിൽ തിങ്കളാഴ്ചയാണ് ആൾക്കാർ പോകാറ്. അതിന് അന്നത്തെ ദിവസം അവിടെ ശക്തി കൂടുന്ന അന്തരീക്ഷത്തിൻ്റെ പവർ അനുസരിച്ചാണ്. പക്ഷേ എനിക്ക് ഒരു എന്താ പറയുക, കറുപ്പുമായിട്ട് ചെറിയൊരു ബന്ധം കാണുകയും അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങൾ, ശാസ്താക്ഷേത്രങ്ങളൊക്കെ ശനിയാഴ്ച പവർ കൂടുമെന്ന് മുതിർന്ന ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നു. പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഡിവൈനിറ്റി കൂടുതലുള്ള ദിവസം, ആന്ധ്രാപ്രദേശിൽ ചെന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ദിവസം ശനിയാണ്. അവർക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള സംഖ്യ 6ആണ്. അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ഞായറല്ല തിങ്കൾ ചൊവ്വ തൊട്ടാണ് അവർ തുടങ്ങുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അതാണ് ഞായർ 7ാമത്തെ ആളാണ്. അപ്പോൾ ശനിയാണ് അവിടുത്തെ. ഇപ്പോൾ നമ്മളുടെ ഇവിടെ തിരുപ്പതി ക്ഷേത്രം, ഗുരുവായൂർ തിരുപ്പതി ക്ഷേത്രമുണ്ട്. അവിടെ ശനിയാഴ്ച ഒരു 11 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ അലങ്കരിച്ചുള്ള തിരുപ്പതി ഭഗവാന്റെ രൂപം കാണാം അവിടെ. നോർമലി ശനി ബഹുമാനിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ പറയുക. ഭയക്കേണ്ടതല്ല. ഭയം മോശമാണെന്നാണ് എൻ്റെ പക്ഷം. പൊട്ട വികാരമാണ് ഭയം. 90%, 10% നല്ല വികാരമാണ്. ഒരു പാമ്പ് വരുന്നു, കഴിക്കാൻ വരുന്നു, ബോധ്യം വന്നു കഴിഞ്ഞാൽ അല്പം ഭയക്കണം നല്ലതാണ്. പിന്നെ ഒത്തിരി ബോധമില്ലാത്ത ഒരാൾ ഇപ്പോൾ എന്തും ചെയ്യും, അയാളുടെ അടിമേടിക്കാനായിട്ട് പോണത്, അത് അവിടെ ലേശം ഭയം നല്ലതാണ്. അല്ലാത്ത ഭയമൊക്കെ നമുക്ക് കേടാണെന്ന് ഞാൻ പറയും. അപ്പോൾ ശനിദോഷം നല്ലതാണ്? ദോഷം ഇപ്പം എന്തിൻ്റെയും നല്ലതല്ലല്ലോ, ദോഷമല്ലേ, അത് ശനിയുടെയും നല്ലതല്ലല്ലോ. അപ്പം നല്ല ശനിയും ഉണ്ട്. ശനി നല്ലത്. ഇപ്പം മോളുടെ മുഖത്ത് കാണുന്നത് നല്ല ശനിയാണ്. അതായത് നല്ല പീരീഡാണ്. ഇപ്പം മോളുടെ ഇപ്പോഴത്തെ സമയം നല്ല സമയത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ. നക്ഷത്രം തിരുവാതിര. അപ്പോൾ എത്ര വർഷം രാഹുദേശം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. രാഹുദേശമാണ് തിരുവാതിരക്കാരൻ ജനിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഏതാണ്ട് ഒരു ആവറേജ് 9 കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 9, 16, 25. 16 എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദശയായിരുന്നു. അത്ര വലിയ നല്ല വ്യാഴമൊന്നും അല്ലായിരുന്നു. മുഖം പറയണ സംഗതിയാണ്. 9, 16, 25, 19, 44 വയസ്സ് വരെ ശനിയാണ്. ഈ ശനി അടിസ്ഥാനപരമായിട്ടുള്ള ബുധൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ശനിയാണ് മോളുടെ മുഖത്ത്, നെറ്റിയിലൊക്കെ പറയണത്. എസ്പെഷ്യലി ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ശനിദശ കടന്നതിന് ശേഷം വൃത്തിയായിട്ട് മോള് ചിരിച്ചു തുടങ്ങിയെന്ന് ഞാൻ പറയും. പിടികിട്ടിയോ? അതായത് 25 വയസ്സിന് ശേഷമാണ് വൃത്തിയായിട്ട് ചിരിക്കാൻ തീരുമാനിച്ചത്. മോള് ചിരിക്കാൻ തീരുമാനിച്ചത് 25 വയസ്സിന് ശേഷം. ഞാൻ ചിരിക്കും എന്ന് തീരുമാനിച്ചത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാവാം. ആ ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഈ ദോഷങ്ങളല്ല, കുറേയൊക്കെ നമ്മുടെ തീരുമാനങ്ങളായിരിക്കും നമ്മളെ സ്വാധീനിക്കുന്നു എന്നതാണ് സർ പറയുന്നത്. മനസ്സാണ് അടിസ്ഥാനം. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.